നമസ്കാരം. ഡൽഹി ഭരണം ബി.ജെ.പി. പിടിച്ചതോടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിക്കുകയാണ്. ബി.ജെ.പി. പാർലമെന്ററി യോഗം ചേർന്ന് വൈകാതെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത. ഡൽഹിയിൽ 1/4 നൂറ്റാണ്ടിനു ശേഷം അട്ടിമറി വിജയത്തിലൂടെ ഭരണത്തിലെത്തിയ ബി.ജെ.പി. എത്രയും വേഗം സർക്കാർ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ബി.ജെ.പി. ദേശീയ നേതൃത്വവുമായുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യഘട്ട ചർച്ചകളും പൂർത്തിയായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിലാകും ആദ്യം തീരുമാനം. പിന്നീട് വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകണമെന്നാണ് സംസ്ഥാന നേതാക്കളുടെ പൊതുവികാരം. ഡൽഹി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് പർവേഷ് ശർമ്മ. ഡൽഹി ബി.ജെ.പിയിലെ പ്രമുഖനായ വിജേന്ദർ ഗുപ്തയുടെ പേരും സജീവ പരിഗണനയിലുണ്ട്. 2015-ലും 2020-ലും രോഹിണി സീറ്റ് നിലനിർത്തിയ വിജേന്ദർ ഗുപ്ത ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവുമായിട്ടുണ്ട്. ഡൽഹി ബി.ജെ.പി. അധ്യക്ഷൻ വീരേന്ദ്ര സച്ച് ദേവയും മോത്തി നഗറിൽ നിന്ന് വിജയിച്ച ഹരീഷ് ഖുറാനയുടെ പേരും ഉയരുന്നുണ്ട്. രജൌരി ഗാർഡൻ മണ്ഡലത്തിൽ വിജയിച്ച മജീന്ദർ സിംഗ് സിർസക്കും സാധ്യതയുണ്ട്. കൂടാതെ മുൻ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജും ഡൽഹി മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ സാധ്യതയുള്ള നേതാവാണ്. ഡൽഹിയിൽ നിന്നുള്ള എം.പിയാണ് ബാൻസുരി സ്വരാജ്. ഡൽഹിക്ക് ദുരന്ത സർക്കാരിൽ നിന്നും മോചനം ലഭിച്ചെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സ്നേഹത്തിനു നന്ദി. ഇന്ന് ഡൽഹിയിലെ ജനങ്ങൾ സന്തുഷ്ടരാണ്. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസം അർപ്പിച്ചതിൽ ജനങ്ങൾക്ക് നന്ദി. ഡൽഹിയിൽ 100 ഇരട്ടി വികസനം കൊണ്ടുവരും. ചരിത്ര വിജയമാണ് ഡൽഹിയിൽ നേടിയത്. സാധാരണ വിജയമല്ല ഇതെന്നും ഐതിഹാസിക വിജയമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആഡംബരം, അഹങ്കാരം, അരാജകത്വം എന്നിവ പരാജയപ്പെട്ടെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട്. വിജയത്തിനു പിന്നിൽ ബി.ജെ.പി. പ്രവർത്തകരുടെ പരിശ്രമമാണ്. ഡൽഹിയിലെ ജനങ്ങൾ ദുരന്ത പാർട്ടിയെ പുറന്തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും റെക്കോർഡ് വിജയം നേടി. അതിനുശേഷം ഇപ്പോൾ ഡൽഹിയിൽ ഐതിഹാസിക വിജയം കൈവരിച്ചിരിക്കുകയാണ്. ഡൽഹി മിനി ഹിന്ദുസ്ഥാനാണ്. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലെ ജനങ്ങൾ ഡൽഹിയിലുണ്ട്. ഭാരതത്തിന്റെ ചിന്തയാണ് ഡൽഹിയിൽ കണ്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ബി.ജെ.പി. മധ്യവർഗത്തിന് വലിയ പിന്തുണ നൽകി. സ്ത്രീകളുടെ പിന്തുണയും വലിയ ശക്തിയാണ്. ഡൽഹിയിലെ നാരി ശക്തി തന്നെ അനുഗ്രഹിച്ചു. ജനം ബി.ജെ.പിയെ തുടർച്ചയായി വിജയിപ്പിക്കുകയാണ്. രാജ്യത്തെ ബി.ജെ.പിക്ക് എവിടെയൊക്കെ ഭരണം ലഭിച്ചോ അവിടെയെല്ലാം വികസനം നടപ്പാക്കി. ഡൽഹിയെ ബി.ജെ.പി. ആധുനികവൽക്കരിച്ചു. യമുന ദേവിയുടെ മുന്നിൽ തല കുനിക്കുന്നു. ഡൽഹിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിക്കുമെന്നും മോദി പറയുന്നുണ്ട്. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ 0 നേടുന്നതിൽ കോൺഗ്രസിന് ഹാട്രിക് ലഭിച്ചിരിക്കുകയാണ്. ജനങ്ങൾ വലിയ സന്ദേശമാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്നത്. അവർക്ക് പരാജയത്തിന്റെ സ്വർണ്ണ മെഡലാണ് ജനം നൽകിയത്. യമുനയെ അപമാനിച്ച ആം ആദ്മി പാർട്ടിക്കേറ്റ തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. ഡൽഹി ബി.ജെ.പിയെ മനസ്സ് തുറന്ന് സ്നേഹിച്ചു. ഈ സ്നേഹത്തിന്റെ 10 മടങ്ങ് വീക്ഷണത്തിന്റെ രൂപത്തിൽ തിരിച്ചു തരും. കൂടുതൽ ഊർജത്തിൽ വികസനം നടപ്പാക്കും. ഡൽഹിയുടെ ഉടമകൾ ഡൽഹിയിലെ ജനങ്ങളാണെന്ന് ഈ തിരഞ്ഞെടുപ്പിലൂടെ ജനം വ്യക്തമാക്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു.